നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പൊ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എത്രത്തോളം നമുക്ക് ഗുണകരമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ? തീർച്ചയായും. ഒരുപക്ഷെ കേരളത്തിലെ ഞാൻ കഴിഞ്ഞ ഒരു 10-40 കൊല്ലമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 40-50ഓളം കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ഘട്ടത്തിൽ അതിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളിലായിട്ടെങ്കിലും കോൺഗ്രസും UDF ഇത്ര മുന്നൊരുക്കത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിക്ക് കോൺഗ്രസ് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പാവുമ്പോൾ ഒരുപാട് അവരുടെ അകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, അതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഉണ്ടാവുകയും പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. പലപ്പോഴും കോൺഗ്രസിന്റെ 2-3 സ്ഥാനാർത്ഥികൾ ബാലറ്റ് പേപ്പറിലുണ്ടാവും. ആരാണെന്ന് അവസാനം തീരുമാനിച്ചു കൊടുക്കും. ഇതാണ് പൊതുവെ കോൺഗ്രസിന്റെ ഒരു രീതി, അവരുടെ സംഘടനാ രീതി അതാണ്. CPM-നോ BJP-ക്കോ അങ്ങനെയല്ല. അവർക്ക് ഒരിക്കൽ പോലും ഉറച്ച സംഘടനയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്തവണ നമ്മൾ കണ്ടൊരു വ്യത്യാസം, അതിനൊക്കെ വ്യത്യസ്തമായി, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായി ഒരുപാട് ഇടങ്ങളിൽ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കോൺഗ്രസും UDF-ഉം അതിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല മാതൃക വന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നഗരസഭയാണ്. കാരണം BJP പിടിക്കുമെന്ന് സാധ്യതയുള്ള, കാരണം അവിടെ UDF 3-ാം സ്ഥാനത്താണ്, 10 സീറ്റുള്ള സ്ഥലമാണ്. LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF-ന്റെ ഭരണവിരുദ്ധ വികാരം BJP-ക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലം, ഒരു കോർപ്പറേഷനാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ UDF ഏറ്റവും മുമ്പ് കാലെടുത്ത് വെച്ചത്. അവിടെ ശബരിനാഥ് എന്ന് പറയുന്ന പഴയ MLA-യുടെ അല്ലെങ്കിൽ പഴയ മന്ത്രിയുടെ മകൻ അടക്കം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതനായൊരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മണ്ഡലങ്ങളിൽ, എല്ലാ വാർഡുകൾ, ഡിവിഷനുകളിലും വന്നിട്ടുണ്ട്. ചെറിയ ചില അസ്വരസങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മാത്രമല്ല, നിരവധി ഇടങ്ങളിൽ, കൊച്ചി കോർപ്പറേഷനിലും കോഴിക്കോടും കണ്ണൂരും ഒക്കെ തൃശ്ശൂരും സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തയ്യാറാക്കുന്നതിൽ കോൺഗ്രസ് മുമ്പിലായിരുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള എതിർ സ്ഥാനാർത്ഥികൾ വരാം, രാജികൾ വരാം, അതൊക്കെ ഉണ്ടാവും. അത് ഇനിയും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ മുൻപോട്ട് വയ്ക്കുന്നത് ഒരു സന്ദേശമാണ്. കാരണം പഴയ പോലെ ഞങ്ങൾ തമ്മിലടിച്ച് നശിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നതിൻ്റെ ഒരു പ്രഖ്യാപനം പോലെയാണ് ഞാൻ അതിനെ കണ്ടത്. മാത്രമല്ല, ജില്ലകൾക്ക് ഒക്കെ തന്നെ കൃത്യമായി ഇന്ന ആളുകൾക്ക് ചുമതല. ഇപ്പം തിരുവനന്തപുരത്ത് മുരളീധരനാണ്, കോഴിക്കോട് രമേശ് ചെന്നിത്തലയാണ്, എറണാകുളത്ത് VD സതീശനാണ്. അങ്ങനെ കൃത്യമായി ചുമതല തിരിച്ച് നിർവഹിച്ച് അവരുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു നേതാവിനുണ്ടെങ്കിൽ ആ നേതാവിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ് അത് മുമ്പോട്ട് പോയത്. അത് തീർച്ചയായും UDF-നും കോൺഗ്രസിനും ഗുണകരമാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള നഗരസഭകളിൽ സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. LDF-നെതിരായി നല്ലൊരു ജനവികാരമുണ്ട്. അതിപ്പോൾ ശബരിമല ആയാലും ഏറ്റവും ഒടുവിലുള്ള നിരവധി കാര്യങ്ങൾ ആയാലും. അങ്ങനെ വരുമ്പോൾ അത് ആരുപയോഗിക്കും? അത് BJP ഉപയോഗിക്കുകയോ കോൺഗ്രസ് UDF ഉപയോഗിക്കുകയോ എന്ന ചോദ്യത്തിന് ഞങ്ങളാണ് മുൻപിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ UDF ഭരണം പിടിക്കുമോ എന്ന് ചോദിച്ചാൽ 51 സീറ്റ് എന്നാണ് പറയണമെങ്കിലും നമുക്ക് അത്ര പറയാൻ പറ്റില്ല, കാരണം മുൻകാല അനുഭവം വെച്ച്. പക്ഷെ ഒരു കാര്യം പറയാം, കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരിക്കാൻ ഒരു പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനും BJP-ക്കുമാണ് LDF-നേക്കാൾ കൂടുതൽ വോട്ടുള്ളത്, ഒരു സംശയമില്ല. LDF പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിയെ വിളിക്കുക, ഇവരുടെ റബലിനെ കൊണ്ടുവരിക, ഇവരുടെ റബലിനെ നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചിരുന്നത്. അത് BJP-യും ആ കളി പലപ്പോഴും പയറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കാണുന്ന ഒരു കാര്യം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർണ്ണമായി ആദ്യം വരികയും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ വലിയ തോതിലുള്ള സംഘർഷം തിരുവനന്തപുരത്ത് അടക്കം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് നേരെ പോയി നിന്ന് പറഞ്ഞത്, ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ BJP-യുമായി ഡീലുണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞത്. അവിടെ ദേശാഭിമാനിയുടെ ലീഡ് റിപ്പോർട്ടർ ആയിരുന്ന K. ശ്രീകണ്ഠൻ, അദ്ദേഹം ഇപ്പോൾ അവിടെ സ്വതന്ത്രനായി LDF-നെതിരായി മത്സരിക്കുക. ഞാൻ പറഞ്ഞു, ഇതൊക്കെ
ഒരിക്കലും കാണാത്തൊരു കാര്യമാണ്. ബി ജെ പിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഒരു ആത്മഹത്യയിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുന്നത്. അവിടെ നിന്ന് ആത്മഹത്യാശ്രമം, അങ്ങനെ നിരവധി വിഷയങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് LDFിനെതിരായ ജനവികാരവും ബി ജെ പിയുടെ ദൗർബല്യവും നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത് എന്നതാണ് അതിൽ പറയാനുള്ള ഒരു കാര്യം. അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോർപ്പറേഷനുകളിലും മിക്കവാറും ജില്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി ചില സീറ്റ് തർക്കങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. അതൊഴിച്ചാൽ അതുണ്ടായിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു വോട്ടർമാർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ UDFിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടർമാർ അവരെ പിന്താങ്ങുന്നവരാണ്. 3 മുന്നണിയുടെയും മൊത്തം വോട്ട് നമ്മൾ എടുത്താൽ അതിൽ ഈ UDFിനാണ് വോട്ടിംഗ് കൂടുതലുള്ളത്. പക്ഷെ അവരുടെ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ് അവർ പലപ്പോഴും പരാജയപ്പെടാറുള്ളത് പല മണ്ഡലങ്ങളിൽ. അത് ഒഴിവാക്കുക എന്നുള്ളത് UDFിൻ്റെ ഒന്നാമത്തെ ടാർഗറ്റാണ്. രണ്ടാമത്, അവരിപ്പോൾ ഒരു മാനിഫെസ്റ്റോ അടക്കമുള്ള അതുപോലെയുള്ള കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നോക്കൂ, വൈഷ്ണവ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് കളയാൻ ശ്രമിച്ചത് CPM-കാരാ ശ്രമിച്ചത്. ആ വാർഡ് മുട്ടട എന്ന് പറയുന്ന വാർഡിൽ ഒരിക്കലും CPM ജയിക്കില്ല. അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് BJP ആണ്. അപ്പൊ BJP ജയിച്ചാലും വിരോധമില്ല, കോൺഗ്രസ് തോൽക്കണം എന്ന ലക്ഷ്യത്തോടെ അവരുടെ വോട്ട് കളയാൻ പോവുകയും ഇന്നലെ ഹൈക്കോടതി മുഖത്തടിച്ചു മാറി അതിന് മറുപടി കൊടുക്കുകയും ഇന്ന് വീണ്ടും പരിശോധിക്കണം. കാരണം 24 വയസ്സായ ഒരു പെൺകുട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുത് എന്നുള്ള വളരെ വളരെ രസകരമായൊരു എന്താ പറയുക മുഖമടച്ചുള്ള ഒരു മറുപടിയാണ് ശരിക്കും വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് അർത്ഥത്തിൽ കുറെ മുമ്പോട്ട് പോയിട്ടുണ്ട് സംഘടനാപരമായും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറിയാം, കാരണം അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ ഇനി ഇതിൻ്റെ ഫലമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി LDFിന് ഭരണം തുടർച്ച കിട്ടിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്, UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. കാരണം കേരളത്തിനും പ്രശ്നമാണ്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുന്നതാണ് കേരളത്തിൻ്റെ ഒരു സുസ്ഥിരത ഉണ്ടായിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറും. അപ്പോൾ ഒരാൾക്കും ഒരു പരിധി വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഭരണ തുടർച്ച ഉണ്ടായതാണ് LDFിന് തകരാറായതെന്ന് LDFകാരൻ്റെ പലരും പറയുന്നത്. കാരണം അവരുടെ സംഘർഷം കൂടിയത്. അതുകൊണ്ട് തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബഹുഭൂരിപക്ഷവും ഗ്രാമപഞ്ചായത്തുകളിലും കോൺഗ്രസിന് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഏതാണ്ട് പറയാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം.